റമദാനിലെ 13ാമത്തെ നോമ്പ് കേട്ടോ. നോമ്പറക്കാനായിട്ട് പോവുകയാണ്. വേറെ ഒടുക്കൽ നമ്മുടെ വൈഫിൻ്റെ വീട്ടിലേക്ക് തന്നെ കുറേ നമ്മൾ നോമ്പറക്കാനായിട്ട് വിളിക്കൽ തുടങ്ങിയിട്ട്. അപ്പം നമ്മൾ ഇന്ന് ഏതായാലും നോമ്പറക്കാൻ പോകാം. പിന്നെ അതുമല്ല ഇന്ന് അളിയൻ്റെ ഒരു യാത്രയപ്പുംപാടിയാണ് കേട്ടോ. ആളിന്ന് ഗൾഫിലേക്ക് പോവുകയാണ്. അപ്പോൾ എന്തായാലും നമ്മളിതാ ബി അങ്ങാടിയിൽ നിന്ന് ബസ് കയറി ഇപ്പം നമ്മൾ താഴെപ്പാലം എത്തിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് ഒരു അടുത്ത ബസ് കയറണം കേട്ടോ. ബസ് കയറി നമ്മളിതാ നേരെ പരപ്പനങ്ങാടി, അവിടെ നിന്ന് നമ്മൾ നേരെ പോയിട്ട് നമ്മൾ വള്ളിക്കുന്ന്, പിന്നെ അവിടെ നിന്ന് ബസ് കയറി വള്ളിക്കുന്ന് സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബസ്സിൽ വരിക എന്ന് പറഞ്ഞാൽ ഭയങ്കര ടാസ്ക്കാണ്. നമ്മളിപ്പോൾ അടുത്ത കാലത്തൊന്നും ബസ്സിൽ വന്നിട്ടില്ല. കാരണം ഒന്നുകിൽ ബൈക്കുമ്മൽ അല്ലെങ്കിൽ നമ്മുടെ വണ്ടിയിട്ടൊക്കെയാണ് വരാറ്. ഇപ്പോൾ അതാ നമ്മൾ വള്ളിക്കുന്ന് എത്തിയിട്ടുണ്ട് കേട്ടോ. വള്ളിക്കുന്നല്ല, അത്താണിക്കൽ. അവിടെ നിന്ന് നമ്മളിപ്പോൾ ഇതാ ഓട്ടോറിക്ഷ വിളിച്ച് ഇവിടുന്ന് ഒരു 1.5 കിലോമീറ്റർ ഉള്ളൂ. അപ്പോൾ നമ്മൾ മിനിമം ഒരു ഓട്ടോ വിളിച്ച് നമ്മളിപ്പോൾ അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമ്മൾ നോമ്പറക്കാൻ ഏകദേശം ഇതാ ഒരു 5:30-6 മണി ആവാനായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ അവരെ വീട്ടിൽ ഇതായി എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വൈഫിൻ്റെ വീട്ടിലെത്തി ഏകദേശം 6-6:15 ആയിട്ടുണ്ട്. അപ്പോൾ നോമ്പറക്കാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മളിതാ മക്കളൊക്കെ നോമ്പറന്ന് അവരിതാ ഇങ്ങനെ കുശലൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ നമുക്ക് നാസ്തയും കഴിച്ച് ഇപ്പോൾ നമ്മൾ കുടുംബക്കാരൊക്കെ വന്നുകൊണ്ട് തന്നെ കുട്ടികളൊക്കെ എല്ലാവർക്കും വളരെ സന്തോഷമായിരുന്നു. അപ്പോൾ നമ്മൾ അതിൻ്റേതായിട്ടുള്ള ഒരു ആർമാദിക്കലാണ്. അത് കഴിഞ്ഞിപ്പോൾ ഇതാ നമ്മുടെ അളിയന് നമ്മളുടെ പോവാനുള്ള തയ്യാറെടുപ്പിലാണ്. പെട്ടിയൊക്കെ കെട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അതിനൊന്ന് സഹായിച്ച് എന്തായാലും പുലർച്ചെ പോകുന്നതുകൊണ്ട് രാത്രി തന്നെ പെട്ടിയൊക്കെ കെട്ടി റെഡിയാക്കി കഴിഞ്ഞാൽ പിന്നെ അപ്പം വെച്ച് നോക്കണ്ടല്ലോ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് നമ്മൾ വെയിറ്റൊക്കെ നോക്കി തിട്ടപ്പെടുത്തി റെഡിയാക്കി ഇനിയിപ്പോൾ നമ്മൾ കിടക്കാനായിട്ട് പോവുകയാണ്. ഇപ്പം നമ്മൾ ഉറങ്ങിയതാ കറക്റ്റ് 3:45 നമ്മൾ എണീറ്റിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ 4:30-5 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങണം എന്നുള്ള ലെവലിലായിരുന്നു. ഇപ്പോൾ അതാ നമ്മൾ മാറ്റിയപ്പോൾ തന്നെ അളിയനൊക്കെ മാറ്റി ഇറങ്ങി. ഇപ്പോൾ നമ്മൾ നേരെ നമ്മളിതാ എയർപോർട്ടിലേക്ക് അടിക്കുകയാണ് കേട്ടോ. നമ്മളുടെ കരിപ്പൂർ വിമാനത്താവളത്തിലാണ് നമ്മൾ ഇവിടെ ഫ്ലൈറ്റ്. അവിടെ നിന്നാണ് നമ്മൾ ഈ ആളിയം പോകുന്നത്. അപ്പോൾ എന്തായാലും അങ്ങോട്ട് നമ്മളിങ്ങനെ ലക്ഷ്യം വെച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല പുലർച്ചെ സമയമാണ്. അത്ര വലിയ തിരക്കൊന്നും റോട്ടിലില്ല. ഈ ഒരു രാത്രി ഈ ഒരു സമയം ഒരു പുലർച്ചെ സമയത്തുള്ള ഒരു യാത്ര ഭയങ്കര രസമാണല്ലേ. ലൈറ്റും ഒരു തണുപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ എന്തായാലും നമ്മൾ നമ്മുടെ എയർപോർട്ട് ലക്ഷ്യം വെച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ആൾ 1.5 മാസത്തെ ലീവിന് വന്നതായിരുന്നു. ലീവ് കഴിഞ്ഞ് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ വിഷമമുണ്ട്. എന്തായാലും ഉണ്ടാവുമല്ലോ അല്ലേ. നമ്മുടെ നാടും വീടൊക്കെ വിട്ടിട്ട് പോകുമ്പോഴുള്ളൊരു വിഷമം ഉണ്ടാവും. അപ്പോൾ എന്തായാലും ഇപ്പോൾ നമ്മളിതാ എയർപോർട്ടിൻ്റെ കോമ്പൗണ്ടിലേക്ക് കയറിയിരിക്കുകയാണ്. ഇനി നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നമ്മൾ ഇങ്ങനെ പോകാനായിട്ടുള്ള ആ ഒരു തയ്യാറെടുപ്പും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ നമ്മൾ പാർക്കിംഗ് ചെയ്തു കേട്ടോ. വണ്ടി പാർക്ക് ചെയ്തു. ഇനിയിപ്പോൾ അത് ആൾ ലഗേജൊക്കെ എടുത്ത് ഇങ്ങനെ ഉന്തി പോയിക്കൊണ്ടിരിക്കുകയാണ്. ബാക്കിൽ മോൻ പോകണ കണ്ടില്ലേ. മോൻ്റെ പോക്ക് കണ്ടാൽ ശരിക്കും മോനാണ് ഗൾഫിലേക്ക് പോകുന്നതെന്നല്ലേ. കാരണം ജാക്കറ്റൊക്കെ തോളിലിട്ടിട്ട്. അപ്പോൾ ആൾ ഭയങ്കര വിഷമത്തിലാണ് കേട്ടോ. കാരണം മാമനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആളും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആൾ പോകുന്നത് എല്ലാവർക്കും വിഷമം വരുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ആ ഒരു യാത്ര അയക്കാൻ ഞാനും മോനും പിന്നെ പോകാനുള്ള ആളുംപാടിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ എയർപോർട്ടിലെത്തി. അപ്പോൾ നമ്മൾ അവൻ്റെ കൂടെ ഒരാൾ പുതുതായിട്ട് പോകുന്നുണ്ട് എന്നിട്ട് അയാളെ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ആളെ കണ്ടുപിടിച്ച് ഇപ്പോൾ അവർ അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ഇപ്പോൾ നമ്മൾ പോകാനുള്ള യാത്ര ചോദിച്ച് നമ്മളിൽ നിന്ന് പിരിയുകയാണ് ആൾ കേട്ടോ. അപ്പോൾ മോന് ഭയങ്കര കരച്ചിലാണ്. അപ്പോൾ വീട്ടിൽ നിന്നൊന്നും കരയാതെ പിടിച്ച് നിന്നാണ്. ഇവിടുന്ന് യാത്ര പറഞ്ഞ് ഇറങ്ങുമ്പോൾ കരയാതിരിക്കാൻ പറ്റില്ല മോന് കേട്ടോ. എന്തായാലും അവൻ്റെ ഒരു വിഷമം അത് അത്രയും അടുപ്പമായതുകൊണ്ടാണ് കേട്ടോ. നമ്മൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ നമ്മളെ വിട്ടിട്ട് കുറച്ച് പിരിഞ്ഞ് പോകുമ്പോൾ ഭയങ്കര വിഷമം തന്നെയാണ് അല്ലേ. നമുക്കും എന്തെന്നില്ലാത്ത മനസ്സിലൊരു വിഷമം. ഇനിയിപ്പോൾ അവന് പോയി ഞങ്ങൾ റിട്ടേൺ അടിക്കുകയാണ്. മോനെ ഇപ്പോഴും ആ ഒരു വിഷമത്തിൽ തന്നെയാണ്. ഇനിയിപ്പോൾ അതാ ഞങ്ങളുടെ വണ്ടിയൊക്കെ എടുത്ത് നേരെ നാട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ വേറൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. അതുവരെയും അസ്സലാമു അലൈക്കും.